നമുക്ക് പശ്ചിമേഷ്യയിലേക്കാണ് പോവേണ്ടത്. അവിടെ വീണ്ടും സംഘർഷ ഭീതിയാണ്. ബഹ്റൈനിലും ഖത്തറിലുമൊക്കെ ആക്രമണം നടത്തുകയാണ് ഇറാൻ. വിവിധയിടങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. മിസൈൽ ആക്രമണം ഖത്തർ പ്രതിരോധിച്ചു. ബഹ്റൈനിൽ അപായ സൈറൻ മുഴങ്ങി. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, അപ്പോൾ ഇറാന്റെ വലിയ ഒരു പ്രത്യാക്രമണത്തിന് കൂടി സാക്ഷിയാവുകയാണ്. പലയിടത്തും അപായ സൈറൻ മുഴങ്ങുന്നു, സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അബ്ബാസിലേക്ക് വരാം. എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം വീണ്ടും കനക്കുന്നതിന്റെ അപായ സൂചനകൾ തന്നെ ലഭിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ. അബ്ബാസ്, എന്തൊക്കെ സംഭവിക്കുന്നു? പലയിടത്തും അപായ സൈറൻ മുഴങ്ങുന്നുണ്ട്, സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു? തീർച്ചയായും പശ്ചിമേഷ്യ ഒരു അടുത്ത ഒരു അശാന്തിയിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് നിലവിൽ ഈ ഒരു സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. കാരണം ഇന്ന് ബഹ്റൈനിൽ നിരന്തരം അപായ സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഖത്തറിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി. ഈ ആക്രമണത്തെ ഖത്തർ സായുധ സേന തകർത്തു എന്നാണ് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഇന്ന് രാവിലെ 5:30 ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് എല്ലാ മൊബൈൽ ഫോണുകളിലേക്കും ജാഗ്രതാ സന്ദേശം നൽകിയത്. ഇങ്ങനെ ഇത് വളരെ നേരത്തെ പശ്ചിമേഷ്യൻ ആക്രമണത്തിന്റെ വളരെ തുടക്കത്തിലാണ് ഇത്തരം മെസ്സേജുകൾ, അലർട്ട് മെസ്സേജുകൾ വന്നിരുന്നത്. ഇടക്കാലയളവിൽ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഇല്ലാതാകുന്ന ഒരു സമയത്ത് ഈ അലർട്ട് മെസ്സേജുകൾ കൂടി ഇല്ലാതായിരുന്നു. ഏതായാലും ഇന്ന് രാവിലെ അങ്ങനെ ഒരു മെസ്സേജ് വന്നു. ദ സെക്യൂരിറ്റി ത്രെറ്റ് ഹാസ് ബീൻ എലവേറ്റഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് വരാറുള്ളത്. അതിനുശേഷം 5:55 സെക്യൂരിറ്റി ത്രെറ്റ് ഹാസ് ബീൻ എലിമിനേറ്റഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൂടി വന്നു. അതിനർത്ഥം ഈ സുരക്ഷാ ഭീഷണി ഒഴിഞ്ഞു എന്നുള്ളതാണ്. ഇതൊരു പതിവ് പ്രോസസ്സാണ്. ഏതായാലും അതിനുശേഷമാണ് 6/1 പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ വഴി ആക്രമണമുണ്ടായി എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ പരിക്കോ ഒന്നുമില്ല. കാരണം ആക്രമണം ഇറാനിൽ നിന്നാണെന്ന് കരുതപ്പെടുന്നു. ഏത് രാജ്യത്തു നിന്നാണ് ഈ മിസൈൽ വന്നത് എന്ന് ഈ വാർത്താക്കുറിപ്പ് പറയുന്നില്ല. ആ മിസൈൽ ആക്രമണത്തെ വിജയകരമായി പ്രതിരോധിച്ചു എന്നാണ് ഖത്തർ ഡിഫൻസ് മിനിസ്റ്ററുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ജിൽസി, അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗൾഫ് രാജ്യങ്ങളിലെ ആകാശങ്ങൾ സംഘർഷഭരിതമാവുകയാണ്. ബഹ്റൈനിലും ഖത്തറിലുമൊക്കെ ആക്രമണ ശബ്ദം, അപായ സൈറൻ മുഴങ്ങുന്നു, സ്ഫോടന ശബ്ദം ഉണ്ടാകുന്നു, അതിനെ വിജയകരമായി പ്രതിരോധിക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ വരികയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം അങ്ങനെ ഗൾഫ് പ്രവാസികളുടെ അടക്കം ജീവിതത്തിന് മേൽ വീണ്ടും ഒരു ആശങ്ക സൃഷ്ടിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.